നമുക്ക് തോന്നാണ് കുറച്ചും കൂടി നിശ്ചയിക്കാം, കുറച്ചും കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ 11 റക്അത്ത് ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ വേറെ നിസ്കാരം പാടില്ലല്ലോ, തെറ്റാണല്ലോ എന്നൊരു വിചാരം മുപ്പലക്കൻ സുന്നത്ത്, അതായത് ഒരു പേരോ കാരണമോ കൂടാത്ത നിസ്കാരം, സുന്നത്ത് നമസ്കാരം നമസ്കരിക്കാം. ഈ സംഗതി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബി അദ്ദേഹത്തിനോട് ഫത്വ ചോദിച്ചു, ഇങ്ങനെയൊക്കെ നമുക്ക് ചില സന്ദർഭത്തിൽ വരുമല്ലോ, ഏത് കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്ക് ചിലപ്പോൾ തന്നെ പുസ്തകത്തിൽ ചിലപ്പോൾ പറഞ്ഞ് നിസ്കരിക്കണം തോന്നും. ഇത് തറാവീഹിന്റെ അർത്ഥത്തിൽ വേണ്ട, തഹജ്ജുദിന്റെ പേരിൽ വേണ്ട, ഖിയാമുൽ ലൈലിന്റെ പേരിൽ വേണ്ട, നിങ്ങൾക്ക് 2 റക്അത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അബൂ ഹുറൈറ എന്ന് പറയാം, നിങ്ങൾ 11 റക്അത്ത് നിസ്കരിച്ചല്ലോ, ഇത്രയാണല്ലോ അവസാനത്തെ നിസ്കാരം. ആ വിത്തർ 11 നിങ്ങൾ എന്ത് ചെയ്യണം? 1 റക്അത്ത് നിസ്കരിക്കണം. അപ്പൊ നേരത്തെ ഒറ്റ ഇരട്ടായി. പിന്നെ ഈ രണ്ട് റക്അത്ത് നമസ്കരിച്ചിട്ട് അവസാനം ഒരൊറ്റ. അപ്പൊ 11 കൂടിയാണ്. 11 എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഖിയാമുൽ ലൈലാണ്, ഇസ്റാണ്, തഹജ്ജുദാണ്, തറാവീഹാണ്. പേര് പറയുന്നു. തറാവീഹ് എന്നുള്ള പേര് തറക്കടില്ല, തഹജ്ജുദ് എന്നുള്ള പേര് തറക്കടില്ല, ഖിയാമുൽ ലൈലിന്റെ പേര് തറക്കടില്ല. 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ പിന്നെ ഹറാമോ അല്ലെങ്കിൽ വിദ്യാത്തോ അതല്ലെങ്കിൽ കറാഹത്തോ ആകുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു സഹാബിയാണല്ലോ. ആ സഹാബി നബിയുടെ കാലത്ത് കൊടുത്ത ഫത്വയാണത്. നബിയുടെ കാലത്ത് കൊടുത്ത ഫത്വ എന്ന് പറഞ്ഞാൽ അത് അംഗീകാരം നൽകുന്ന. അപ്പൊ അങ്ങനെ ഒരാള് കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നിയാലാണ് 1 റക്അത്ത് നമസ്കരിച്ചിട്ട് കണക്കാക്കാം. ഇന്ന് ഈ നമസ്കരിച്ചിട്ട് ആ നമസ്കാരം മറ്റാക്കാം. അല്ലാഹു സത്യമായി